നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എക്സ്ട്രീമിസത്തെ കുറിച്ചിട്ടാണ്. സോ ഹായ് ദേർ, ദിസ് ഇസ് ഡോക്ടർ ആര്യ ദേവി. എക്സ്ട്രീമിസം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ എന്തെങ്കിലും വയലൻസിനെ കുറിച്ചിട്ടായിരിക്കും സംസാരിക്കാൻ പോകുന്നതെന്ന്. പക്ഷേ ഈ ഒരു എക്സ്ട്രീമിസം നമുക്ക് ചുറ്റും വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് തന്നെ ഈ ഒരു ക്യാരക്ടർ ഉള്ളതായിട്ട് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. എക്സ്ട്രീമിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോക്കസ് മൊത്തം ആ ഒരു കാര്യത്തിൽ മാത്രം ആവുകയും ബാക്കി എല്ലാ കാര്യങ്ങളും പിന്നിലേക്ക് ആക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് അതിൽ മാത്രം ഒബ്സസ്ഡ് ആയിട്ട് നമ്മുടെ ഹെൽത്ത് നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുക. അല്ലെങ്കിൽ ഇപ്പം ലേറ്റ് നൈറ്റ് എല്ലാവരും ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കാറുണ്ടല്ലേ, അത് ഒരു എക്സ്ട്രീമിസത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ ഓൺലൈൻ ലൈഫായിട്ട് നമ്മുടെ ലൈഫ് മറ്റുള്ളവരുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്ത് നിരാശയിലാവുന്ന അവസ്ഥ. അതും അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത് നമ്മുടെ ഫാമിലിക്ക് വേണ്ടി സമയം ഇല്ലാതാവുന്ന അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുന്ന ഒരു അവസ്ഥ. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പേരൻസ് പലപ്പോഴും കുഞ്ഞുങ്ങളെ നോക്കുന്ന തിരക്കിൽ നമ്മുടെ ഫുഡ് പോലും കഴിക്കാനായിട്ട് മറന്നു പോകാറുണ്ട്, അല്ലെങ്കിൽ ഫുഡ് മനഃപൂർവ്വം സ്കിപ്പ് ചെയ്യാറുണ്ട് അല്ലേ. ഇതെല്ലാം എക്സ്ട്രീമിസത്തിൽ പെടുന്ന കാര്യങ്ങളാണ്. ഈ എക്സ്ട്രീമിസം എന്ന് പറയുന്നത് എപ്പോഴും വളരെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. കാരണം എക്സ്ട്രീമിസം കാരണം പലതരത്തിലുള്ള നല്ല ആർട്സുകൾ അല്ലെങ്കിൽ ഒരുപാട് സയന്റിഫിക് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ ഈ ലോകത്ത് നടന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എക്സ്ട്രീമിസം വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബാലൻസ് നഷ്ടപ്പെടും. ബാലൻസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളുടെ മനസമാധാനം നഷ്ടപ്പെടും. ഇവിടെ വരുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നത് കാരണം നമുക്ക് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ടോ, അതോ ആ ഒരു കാരണം കൊണ്ട് നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക എന്നതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യം ആയിക്കോട്ടെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. എക്സ്ട്രീം ആയി കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കും.